ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒലീവ് ബോർഡിൻ്റെ ലൈവ് മോക്ക് എക്സാം ജൂൺ 13-14 കണ്ടക്ട് ചെയ്ത എക്സാമിന് 25 മാത്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. First question, Rahul, Nitin and Suraj can do a piece of work in 15 days, 12 days, 20 days. So Rahul 15 days ഉണ്ട്, അതുപോലെ തന്നെ നിതിൻ 12 days, സൂരജ് 20 days. രാഹുൽ 3 days വർക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ചെയ്തു, അതിനുശേഷം നിതിൻ സൂരജ് ടുഗദർ ജോയിൻ ചെയ്ത് റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ബൈ നിതിൻ ആൻഡ് സൂരജ് ടുഗദർ ടു കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്കാണ് ക്വസ്റ്റ്യൻ. സോ 15, 12, 30 നമുക്ക് അവരുടെ LCM അറിയാം, 16 ആണ്. സോ രാഹുലിൻ്റെ എഫിഷ്യൻസി 4, നിതിൻ്റെ എഫിഷ്യൻസി 5, അതുപോലെ തന്നെ സൂരജിൻ്റെ എഫിഷ്യൻസി ആണെങ്കിൽ 3. രാഹുൽ 3 ദിവസം വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം രാഹുലിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 മൾട്ടിപ്ലൈഡ് വിത്ത് 3, അപ്പോൾ 12 വർക്ക് എന്താണ് കംപ്ലീറ്റഡ് ആയി. സോ 16 - 12 ബാക്കി എത്രയുണ്ട്, 48 വർക്കാണ് ബാലൻസ് ഉള്ളത്. ഓക്കെ, അതിനുശേഷം നിതിനും സൂരജും ടുഗദർ വർക്ക് ചെയ്തിട്ട് റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിതിനും സൂരജും കൂടെ 8 ആണ്. സോ എഫിഷ്യൻസി 8 ആണ്. സോ 48/8 ആണ്. സോ ടോട്ടൽ എത്ര ഡേയ്സ് എടുത്തു, 6 ഡേയ്സ് എടുത്തു. ആരൊക്കെ, നിതിനും സൂരജും കൂടെ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ ഇതായിരിക്കും ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. 1 + 1/8. സോ നമുക്ക് അതിനെ വലുതാക്കി 1 + 1/8 9/8 മൾട്ടിപ്ലൈഡ് വിത്ത് നെക്സ്റ്റ് ആണെങ്കിൽ 8/7 മൾട്ടിപ്ലൈഡ് വിത്ത് അപ് ടു എത്ര വരും, 4/3 മൾട്ടിപ്ലൈഡ് വിത്ത് 3/2. സോ ഇതിൽ ശ്രദ്ധിക്കുക, അതായത് ആദ്യത്തെ ടേമിൻ്റെ ഡിനോമിനേറ്ററും രണ്ടാമത്തെ ടേമിൻ്റെ ന്യൂമറേറ്ററും ക്യാൻസൽ ആവും. അപ്പോൾ ഈ 7ഉം എന്താണ്, അടുത്ത ടേമിൻ്റെ ന്യൂമറേറ്ററുമായിട്ട് എന്താണ് ക്യാൻസൽ ആയി പോകും. പിന്നെ ഈ 3യും ക്യാൻസൽ ആയി അല്ലേ. സോ ബാലൻസ് എത്ര വരും അടുത്തതിൻ്റെ, അതായത് 4 ക്യാൻസൽ ആവും. 4ഉം 2ഉം ക്യാൻസൽ ആവുന്നതിന് ഒരു കാര്യം ഓർക്കണം, 4 എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ആണ്, അതിൻ്റെ തൊട്ട് മുമ്പത്തെ ടേമിൻ്റെ ഡിനോമിനേറ്ററായി 4ഉമായി ക്യാൻസൽ ചെയ്യും. സോ ബാലൻസ് എന്ന് പറയുന്നത് 9/2 ആയിരിക്കും. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. The average weight of 31 girls were recorded as 48 kg. ടീച്ചറിന്റെ വെയിറ്റ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആവറേജ് വെയിറ്റ് ഇൻക്രീസസ് ബൈ 2 kg. വാട്ട് ഇസ് ദ വെയിറ്റ് ഓഫ് ദ ടീച്ചർ? 31 ഗേൾസിൻ്റെയും ആവറേജ് വെയിറ്റ് 48 kg ആണ്. ടീച്ചറിന്റെ വെയിറ്റ് ആഡ് ചെയ്യുമ്പോൾ ആവറേജ് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എത്രയാണ്, 2 kg ആണ്. സോ 2 kg എത്ര പേർക്ക് വരും, 31 ഗേൾസ് പ്ലസ് 32 64 അല്ലേ. 2 kg എത്ര പേർക്ക് പോയി, 32 പേർക്ക് പോയി. സോ ടീച്ചറിന്റെ ഏജ് എത്രയായിരിക്കും, ടീച്ചേഴ്സ് വെയിറ്റ് എന്ന് പറയുന്നത് 48 + 64 ആയിരിക്കും. ദാറ്റ് ഈസ് 112 kg. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. Which of the following is divisible by 18? So divisibility by 18 ആണ്. സോ 18 എന്ന് പറയുന്നത് നമുക്കറിയാം 3² മൾട്ടിപ്ലൈഡ് വിത്ത് 2, 9 × 2 ആണ് അല്ലേ. അപ്പോൾ 2ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം 3², 3യുടെ മൾട്ടിപ്പിളും ആയിരിക്കണം, അതാണ്. സോ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 5 ആണ്. അത് 5ൻ്റെ 10ൻ്റെ ഒക്കെ 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അത്. സോ ഇതൊരിക്കലും എന്താണ് ഒരു ആൻസർ ആവില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. 2ൻ്റെ മൾട്ടിപ്പിൾ ആണ് എല്ലാം അല്ലേ, എല്ലാം 2, 8, 6, 2 എല്ലാം 2ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ആ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം 3യുടെ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. സോ ഇവിടെ 9, 9, 18, 26 വരും. സോ 26 ഡിവൈഡ് ബൈ 3 ആണോ, അല്ല. നെക്സ്റ്റ് 4, 6, 12 ഡിവൈഡ് ബൈ 3 ശരിയാണ്. അപ്പോൾ ഇതൊരു കറക്റ്റ് ആണ്. 9, 18, 18, 7, 25, 27. ഇപ്പോൾ ഈ രണ്ട് പോസിബിലിറ്റിയും വന്നു, രണ്ടും എന്താണ് 3യുടെ മൾട്ടിപ്പിൾ ആണ്. ഇനി 9ൻ്റെ മൾട്ടിപ്പിൾ അതായത് 3യുടെ മൾട്ടിപ്പിൾ ആണ്, 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാം. അപ്പം 12 ആദ്യത്തെ എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടുമാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്ഷൻസ്. സോ ഇത് 4, 6, 12 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ, അല്ല. 2, 7 നമ്മൾ പറഞ്ഞു അത് 27 ഡിവൈഡ് ബൈ 9 3 ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ 3യുടെ മൾട്ടിപ്പിൾ ആണ് രണ്ടെണ്ണം.
3യുടെ മൾട്ടിപ്ലൈ അല്ല 9ന്റെ മൾട്ടിപ്ലൈ ആകണമെന്നില്ല. 3യുടെ മൾട്ടിപ്പിൾ ആണ് രണ്ടെണ്ണം. പക്ഷെ 9ന്റെ മൾട്ടിപ്ലിക്ക് അല്ലെ ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? മൾട്ടിപ്പിൾ ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് സം എന്ന് പറയുന്നത് 9ന്റെ ഡിവിസിബിൾ ആണോ എന്ന്. സോ 3 + 1 4, 4 + 2 6, 6 + 6 12. 12 9ന്റെ മൾട്ടിപ്പിൾ അല്ല. പക്ഷെ താഴെ തന്നിരിക്കുന്നത് എന്താണ്? 27 എന്താണ്? 9ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ബി സിയുടെ ക്യാപിറ്റൽ റേഷ്യോ 8:, so capital ratio 8:7:12 ആണ്. അതുപോലെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ടൈമിംഗ് റേഷ്യോ X:Y:Z ആണ്. ടൈം എന്ന് പറയുന്നത് X:Y:Z ആണ്. പ്രോഫിറ്റിന്റെ റേഷ്യോ 32:21:40 റെസ്പെക്റ്റീവ്ലി ആണെങ്കിൽ X:Y:Z വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം പ്രോഫിറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യാപിറ്റൽ ആൻഡ് ദ ടൈം ആണ്. സോ അതുകൊണ്ട് തന്നെ X:Y:Z എന്ന് പറയുന്നത് 32/8 21/7 40/12. So this is equal to 4:3:10/3. So again all multiplied with 3. So 12:9:10 ആയിരിക്കും. So option D ആയിരിക്കും correct answer. Let the HCF of x and y be m and let y is equal to mn. LCM of x and y is given by. അതായത് HCF x ആണ്, y എന്ന് പറയുന്ന നമ്പർ m എന്ന് തന്നിട്ടുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും m കോമൺ ആണ് അല്ലേ. സോ m എന്ന് പറയുന്നത് HCF ആണെന്ന് പറയുന്നുണ്ട്. സോ x can be, let x equal to a multiplied with a. എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തത്? കാരണം y എന്ന് പറയുന്നത് m × n ആണ്. m എന്ന് പറയുന്നത് HCF ആണ് തന്നിട്ടുണ്ട്. സോ അത് രണ്ടിലും കോമൺ ആയിരിക്കും. സോ x എന്ന് പറയുന്നത് ആ HCF × ഏതോ ഒരു മൾട്ടിപ്പിൾ, നമുക്കറിയില്ല ഏതോ ഒരു നമ്പർ HCF. ഇപ്പോൾ 2 ആണെന്നുണ്ടെങ്കിൽ 2ൻ്റെ ഏതോ ഒരു നമ്പർ ആണ് ചിലപ്പോൾ x എന്ന് വിചാരിക്കാം. സോ m × ഞാൻ എടുത്തിരിക്കുകയാണ് a എന്ന്. സോ LCM of x and y. സോ LCM multiplied with HCF is equal to product of numbers. സോ LCM നമുക്ക് കണ്ടുപിടിക്കണം. HCF നമുക്കറിയാം m ആണ്. പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ്, ഫസ്റ്റ് നമ്പർ mn മൾട്ടിപ്ലൈഡ് വിത്ത് am. ഓക്കെ, m ക്യാൻസലായി. സോ therefore LCM is equal to amn. സോ മേളിൽ നിന്ന് തന്നെ am എന്ന് പറഞ്ഞാൽ എത്രയാണ്? x ആണ്. സോ x മൾട്ടിപ്ലൈഡ് വിത്ത്. സോ ഏതായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. The perpendicular sides AB and BC of a right angled triangle. AB and BC എന്ന് പറയുന്ന perpendicular distance 12 cm ആണ്. അതുപോലെ ഇവിടെ 15 cm ആണ്. G എന്ന് പറയുന്നത് സെൻട്രോയിഡ് ആണ്. ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് ആണ്. ഓക്കെ, G എവിടെയോ വരും. ഓക്കെ, ഇവിടെ വരും. സോ BD എന്ന് കൊടുത്തു. സോ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് BG ആണ്. സോ അതിന് AC-യുടെ ലെങ്ത് ആദ്യം കണ്ടുപിടിക്കണം. √144 + 225 വരും. ദാറ്റ് ഈസ് √369. സോ നമ്മൾ 9 എടുക്കാമല്ലോ. 9 × 41 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3√41 സെൻറ്റിമീറ്റർ ആണ് AC-യുടെ ലെങ്ത് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം BD എന്ന് പറയുന്ന ലെങ്ത് എന്തായിരിക്കും? ഈ AC-യുടെ ലെങ്ത്തിൻ്റെ ഹാഫ് ആയിരിക്കും. അതായത് 3/2 √41 ആയിരിക്കും BD-യുടെ ലെങ്ത് എന്ന് പറയുന്നത്. കാരണം സെൻട്രോയിഡ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. BD എന്ന് പറയുന്ന മീഡിയൻ എന്ന് പറയുന്ന ലെങ്ത് AC-യുടെ ഹാഫ് ആയിരിക്കും. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് BG ആണ്. BG എന്ന് പറയുന്നത് സെൻട്രോയിഡ് കട്ട് ചെയ്യുന്നത് 2:3 റേഷ്യോയിലാണ്. 2:1 റേഷ്യോയിലാണ്. സോ ഇത് 2/3 × 3/2 √41 സെൻറ്റിമീറ്റർ എന്ന് പറയും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √41 സെൻറ്റിമീറ്റർ തന്നെ നമുക്ക് ഏത് കിട്ടും? BG-യുടെ ലെങ്ത് കിട്ടും. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. Find the values of a and b for which of the following system of equations has infinite solutions. So infinite solutions എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 7 - a by 7 + b is equal to 3 multiplied with 3b ആണ്. Okay, 3b - 8 by 7a is equal to 5/50. So 7 - a by 7 + b എന്ന് പറയുന്നത് 1/3
ഇക്വേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ 3b മൈനസ് 8/7a ഇസ് ഈക്വൽ ടു 1/3. രണ്ടും 1/3 ഈക്വൽ ആണ്. 5/15 എന്ന് പറയുന്നത് 1/3 ആണ്. സോ ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ട് ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം, സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അതിൽ വി സി വാല്യൂ പുട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എ മേളിൽ ആദ്യത്തെ ഇക്വേഷൻ A 2 കൊടുത്തു കഴിഞ്ഞാൽ മേളിൽ എന്ത് വരും, 5 വരും. താഴെ ബിക്ക് 4 കൊടുത്താൽ 5/11, 1/3 ഈക്വൽ അല്ല. സോ അതൊരിക്കലും ആവില്ല. നെക്സ്റ്റ് എക്ക് 3 കൊടുത്തു, അപ്പോൾ താഴെ ബിക്ക് 4 കൊടുത്തു, അപ്പോൾ മേളിൽ 4/11 വരും. അപ്പോൾ അതും കറക്റ്റ് ആവത്തില്ല. എ ഈക്വൽ ടു 5/12 വരും. അതും എന്താണ്, ഈക്വൽ അല്ല. ഫോർത്ത് ഇക്വേഷൻ എ 3 കൊടുത്തു, അപ്പോൾ 7 മൈനസ് 3/7 പ്ലസ് 5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/12 വരും. 1/3 കറക്റ്റാണ്. നെക്സ്റ്റ് ഇക്വേഷനെ കൊടുത്ത് നോക്കിക്കോളൂ. 15 മൈനസ് 8 വരും. 7/7 ഇൻറ്റു 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. സോ ആ രണ്ട് വാല്യൂസ് എന്താണ്, ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏതാണ്, ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. അതല്ലാന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആദ്യം എയും ബിയും തമ്മിലുള്ള ഇക്വേഷൻ കിട്ടും. അങ്ങനെ പിന്നീട് രണ്ടാമത്തെ 3b മൈനസ് 8/7 നിന്ന് വീണ്ടും ഒരു ഇക്വേഷൻ കിട്ടും. അതിന് രണ്ടിനെ സോൾവ് ചെയ്തിട്ട് എയുടെ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതിലും ഈസി വാല്യൂ പുട്ടിംഗ് മെത്തേഡാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് DI ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന നമ്പർ ഓഫ് ബുക്സ് ഓഫ് 4 സബ്ജക്ട്സ് ആണ് സോൾഡ് ബൈ എ ഷോപ്പ് കീപ്പർ ഇൻ 6 months. ചോദിച്ചിരിക്കുന്ന വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഡേറ്റ മൈനിങ് ബുക്സ് സോൾഡ് ഇൻ മാർച്ച്, ഏപ്രിൽ ആൻഡ് മെയ് ആൻഡ് ജൂൺ ടുഗദർ. അതായത് നമ്പർ ഓഫ് ഡേറ്റ മൈനിങ് ബുക്സ് ഏതിയറൊക്കെയാണ്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. സോ സം ചെയ്യുമ്പോൾ എത്ര കിട്ടും, 0, 15, 18, 1, 3, 8, 5, 6 വരും. സോ അവിടെ 6 വന്നു. നെക്സ്റ്റ് ആൻഡ് ദ നമ്പർ ഓഫ് കമ്പ്യൂട്ടർ ബുക്ക് സോൾഡ് ഇൻ ഓഗസ്റ്റ്. കമ്പ്യൂട്ടർ ബുക്ക് സോൾഡ് ഇൻ ഓഗസ്റ്റ്, മെയ്, ജൂലൈ ആൻഡ് ഏപ്രിൽ. സോ അത് എത്ര വരും നോക്കാം. 2, അതുപോലെ 15, 21, 2, 9, 11, 1, 3, 4, 7, 10. സോ ഇത്രയും കിട്ടും. സോ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 10112 മൈനസ് 6880. ദാറ്റ് ഈസ് 2, 3, 2, 3. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇൻ എ സർക്കിൾ കോഡ്സ് PN ആൻഡ് KL മീറ്റ് അറ്റ് എ പോയിന്റ് M ഔട്ട്സൈഡ് സർക്കിൾ. സോ സർക്കിൾ വരയ്ക്കുന്നു. രണ്ട് കോഡ്സ് ഉണ്ട്, PNഉം അതുപോലെ തന്നെ KLഉം. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്നത് M എന്ന് പറയുന്ന പോയിന്റിൽ. PN. ഇഫ് KMP എന്ന് പറയുന്ന ആംഗിൾ 28 ഡിഗ്രി ആണ്. അതുപോലെ PNL ഓക്കെ, ആംഗിൾ 110 ഡിഗ്രി ആണ്. സോ ഫൈൻഡ് ആംഗിൾ KPN. സോ ഈ ആംഗിൾ 110 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും, 70 ഡിഗ്രി ആയിരിക്കും. ഇത് 28 ഡിഗ്രി ആണ്. സോ ആംഗിൾ KPN എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് 70 പ്ലസ് 28 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 98 ഈസ് ഈക്വൽ ടു 82 ഡിഗ്രി. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇഫ് 9x പ്ലസ് 1/3x is equal to 12 ആണെങ്കിൽ then the value of 81x square plus 1/9. നമുക്കറിയാം അത് ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും. സോ ഇക്വേഷൻ സ്ക്വയർ ചെയ്യുക. സ്ക്വയറിങ് നമുക്ക് കിട്ടും 81x square plus 1/9x square plus 18/3 is equal to 144. സോ 81x square plus 1/9x square എന്ന് പറയുന്നത് 144 minus 6, that is 138. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. 18/3 എന്ന് പറയുന്നത് 6 ആണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. In a 200-meter race, P covers the distance in 40 seconds and Q in 50 seconds. In this race, P beats Q by എത്ര മീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ക്യൂവിൻ്റെ സ്പീഡ് പറയുമ്പോൾ 200 മീറ്റർ ഡിവൈഡഡ് ബൈ 50 വരും അല്ലേ. അതായത് 4 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 4 മീറ്റർ. ടോട്ടൽ എത്രയാണ്, 10 സെക്കൻഡ്സിൽ. 10 സെക്കൻഡ്സിൽ എത്ര മീറ്റർ ആയിരിക്കും പി മുന്നിൽ വരിക, 40 മീറ്റർ. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ.
രണ്ട് സർക്കിൾസ് ഇന്റർസെക്ട് ചെയ്യാണ് രണ്ട് പോയിന്റിൽ എക്സ് ആൻഡ് വൈ. എക്സ് എന്ന് പറഞ്ഞ പോയിന്റ്, വൈ എന്ന് പറഞ്ഞ പോയിന്റിൽ. രണ്ട് സർക്കിൾസിൻ്റെയും റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആണ്. സോ ഇത് 15, അതുപോലെ ഈ ഒരു റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആണ്. ലെങ്ത് ഓഫ് എക്സ് വൈ, എക്സ് വൈയുടെ ലെങ്ത് 10 സെൻറ്റിമീറ്റർ. ഓക്കെ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സർക്കിൾ സെൻറ്റർ. അപ്പോൾ സർക്കിൾസിൻ്റെ സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും 90 ഡിഗ്രി. കാരണം കോഡിലോട്ട് സെൻറ്ററിൽ നിന്നും കോഡിലോട്ട് വരയ്ക്കുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ ഇത് ഇത്രയും 90 ഡിഗ്രി ആയിരിക്കും. ഇത് 10 സെൻറ്റിമീറ്റർ ആണ്. അതിനർത്ഥം എന്താണ്? ഇത് 5 ആയിരിക്കും. ഹാഫ് ആയിരിക്കും കട്ട് ചെയ്യുന്നത്. സോ ഞാനിതിന് എ ബി സി എന്ന് പേരിട്ടു. സോ എ സി എന്ന് പറയുന്ന ലെങ്ത് എത്രയായിരിക്കും? റൂട്ട് ഓഫ് 15 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 20 മൾട്ടിപ്ലൈഡ് വിത്ത് 10, ദാറ്റ് ഈസ് 200. 200 എന്ന് പറയുമ്പോൾ 10 റൂട്ട് 2 ആണ്. ബി സി എന്ന് പറയുന്ന ലെങ്ത് എത്ര തന്നെയാണ്? 10 റൂട്ട് 2 സെൻറ്റിമീറ്റർ ആണ്. സോ ദെയർഫോർ എ ബി ഈസ് ഈക്വൽ ടു രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം 20 റൂട്ട് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. The ratio between the radius to slant height. റേഡിയസും സ്ലാൻഡ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ 14:3 ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് 22 ആണ്. അതായത് 11 എന്ന് പറയുന്നത് 22 ആണ്. സോ 1 ഈസ് ഈക്വൽ ടു 2. സോ നമുക്ക് അതിൽ നിന്ന് റേഡിയസ് എത്ര കിട്ടും? റേഡിയസ് ഈസ് ഈക്വൽ ടു 28 സെൻറ്റിമീറ്റർ കിട്ടും. അതുപോലെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 3 × 2 6 സെൻറ്റിമീറ്റർ കിട്ടും. ഫൈൻഡ് the cost of cloth to fence around the cone at ₹2 per centimeter. അതായത് കോണിന് ചുറ്റും ഫെൻസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ആ ലെങ്ത് എന്ന് പറയുന്നത്? അത് അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് ഏരിയ, സ്ലാൻഡ് ഏരിയ ആണ് അല്ലേ. സോ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? πr/l ആയിരിക്കും. അതായത് കേർവ്ഡ് സർഫസ് ഏരിയ, സ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ആ കേർവ്ഡ് സർഫസ് ഏരിയ ആയിരിക്കും ആ കോണിൻ്റെ ആ ലെങ്ത് എന്ന് പറയുന്നത്. സോ അത് πr/l ആണ്. πr/l 22/7, r 28 കിട്ടി, l കിട്ടി 6. സോ ഇത് 74 വരും. ദാറ്റ് ഈസ് ഈക്വൽ 24 മൾട്ടിപ്ലൈഡ് വിത്ത് 22 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, പിന്നെ ചോദിച്ചിട്ടുണ്ട് അറ്റ് ₹2 per centimeter എന്നാണ്. സോ ദെയർഫോർ അറ്റ് ₹2 per centimeter സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 48 മൾട്ടിപ്ലൈഡ് വിത്ത് 22 വരും. അതല്ല എന്നുണ്ടെങ്കിൽ 96 മൾട്ടിപ്ലൈഡ് വിത്ത് 11 ഇസ് ഈക്വൽ ടു 6 5 1 6 1 1056 rupees. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. Which of the following is a better deal for a customer? 10 successive discounts of 4%, 1 whole discount of 4%, 4 successive discounts of 10%. 10 successive discount of 4%. ഇപ്പോൾ രണ്ടെണ്ണം തന്നെ എടുത്താൽ നമുക്കറിയാം -4 പ്ലസ് 16/100 ആണ്. അതായത് -8.16 ആണ് അല്ലേ. വീണ്ടും നമ്മൾ എടുക്കുമ്പോൾ എന്തായിരിക്കും? എന്തായാലും അത് വളരെ കുറവായിരിക്കും ആ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഹോൾ ഡിസ്കൗണ്ട് 40% ആണ്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ആദ്യത്തെ കുറവാണ്. തേർഡ് വൺ എടുക്കുമ്പോൾ 4 സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 10%, -10 പ്ലസ് 100/100, അതായത് -20 പ്ലസ് 1 -19 വരും. അതുപോലെ നെക്സ്റ്റ് -9 -38 പോയിന്റ് സംതിങ് വരും. അപ്പോൾ അതും എന്താണ്? 4 സക്സസ് ഡിസ്കൗണ്ട്സ് എടുക്കുമ്പോൾ എന്താണ്? അത് 40% കൂടുതലാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചോ, -10 വീണ്ടും ഞാനൊരു 4 കോൺസിക്യൂട്ടീവ് അല്ലേ. സോ അതും എന്ത് വരും? അതും ഒരു -20 പ്ലസ് 1 -19 വരും. സോ ഇത് രണ്ടും ചേർന്നാൽ -38 പ്ലസ് പോയിന്റ് സംതിങ്, അതായത് 40%-നേക്കാളും കുറവായിരിക്കും. സോ ഏതായിരിക്കും ബെറ്റർ ഡീൽ ഓഫ് കസ്റ്റമർ എന്ന് പറയുന്നത്? ഒരു ഹോൾ ഡിസ്കൗണ്ട് ഓഫ് 40% ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. 350 liters of മിക്സ്ചറിൽ മിൽക്ക് ആൻഡ് വാട്ടർ റേഷ്യോ, മിൽക്ക് ഈസ് ടു വാട്ടർ റേഷ്യോ 4:3 ആണ്. വാട്ടർ ആഡ് ചെയ്യുന്നു. റേഷ്യോ മിൽക്ക് ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് 5:7 ആണ്. സോ അതിൽ വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. സോ മിൽക്കിൻ്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഇതിനെ നമ്മൾ സെയിം ആക്കാൻ 20:5 വെച്ച് മേളിൽ മൾട്ടിപ്ലൈ ചെയ്ത് താഴെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ 28 കിട്ടി.
ഓക്കെ, സോ ഡിഫറൻസ് ഉണ്ടല്ലോ, എത്രയാണത്? 13 ആണ്. 13 ആണ് ഡിഫറൻസ് എന്ന് പറഞ്ഞത്. ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആഡഡ് ടു ദാറ്റ് ഇനിഷ്യൽ മിക്സ്ചർ. അപ്പോൾ ടോട്ടൽ പറഞ്ഞിരിക്കുന്നത് 350 ലിറ്റേഴ്സ് ഓഫ് മിക്സ്ചർ ആണ്. അതായത് 35 എന്ന് പറയുന്നത് 350 ആണ്. സോ ദാറ്റ് മീൻസ് 1 എന്ന് പറയുന്നത് 10 ആയിരിക്കും. സോ 13 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 130 ആയിരിക്കും. അതായത് 130 ലിറ്റർ ഓഫ് എത്ര വാട്ടർ ആണ് എന്ത് ചെയ്തത്? ആഡ് ചെയ്തത്. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. The length of two parallel sides of a trapezium. So ട്രപ്പീസിയത്തിന്റെ രണ്ട് പാരലൽ സൈഡ്സിന്റെ ലെങ്ത് b മീറ്റർ ഉണ്ട്, അതുപോലെ 5b/3 മീറ്റർ ഉണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് b/2 ആണ്. b/2 ആണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം? സോ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് multiplied with the height ആണ്. So that is equal to half into b plus 5b plus 3, അതായത് 8b/3, ഹൈറ്റ് എന്ന് പറയുന്നത് b/2, 2 to 2 വരും. That is equal to 2b² by 3 വരും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് ഇത്തവണ ചോദിച്ചതിൽ. ഒരു മാൻ 50 എഗ്ഗ് 7 പെർ പീസിൽ റേറ്റിൽ വാങ്ങിച്ചു. അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 50 മൾട്ടിപ്ലൈഡ് വിത്ത് 7 ഈസ് ഈക്വൽ ടു 350 റുപ്പീസ് ആണ്. ആ പർച്ചേസ് ചെയ്തതിൽ 40% എഗ്സും എന്താണ്? ബ്രോക്കൺ ആണ്. സോ നമുക്ക് എഴുതാം, 50 എടുത്തു, 50ൽ ബ്രോക്കൺ, അതുപോലെ അൺബ്രോക്കൺ. സോ ബ്രോക്കൺ എഗ്സ് എന്ന് പറഞ്ഞാൽ 40%, 50 40%, ബ്രോക്കൺ 20 ആണ്, അൺബ്രോക്കൺ 30 ആണ്. ഇനി ടോട്ടൽ ബ്രോക്കൺ എഗ്സിൽ ഹി ഈസ് ഏബിൾ ടു സെൽ ഓൺലി 60%. അതായത് സെല്ല് ചെയ്തത് എത്രയാണ്? 20യുടെ 60% എന്ന് പറയുമ്പോൾ 12, 12 എണ്ണേ വിൽക്കാൻ പറ്റിയുള്ളൂ. He marked up the price of each egg up in such a way that after selling only non-broken eggs, he can gain 20% profit. അതായത് only non-broken eggs വിൽക്കുമ്പോൾ 20% പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. അതായത് നമുക്കറിയാം ഇത് കോസ്റ്റ് പ്രൈസ് 350 ആണ്. സോ 350യുടെ 20% എന്ന് പറയുമ്പോൾ 70. അതായത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 70 ആയിരിക്കും. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 420 ആയിരിക്കും. അതായത് സെല്ലിംഗ് പ്രൈസ് ഓഫ് അൺബ്രോക്കൺ എഗ്സ് എന്ന് പറഞ്ഞാൽ 420 ആണ്. ഇനി പറഞ്ഞിരിക്കുന്നു മാർക്ക് ഓഫ് ദ പ്രൈസ് ഓഫ് ഈച്ച് എഗ് സെല്ലിംഗ് ഓൺലി നോൺ ബ്രോക്കൺ എഗ്സ് ഹി ക്യാൻ ഗെയിൻ 20% പ്രോഫിറ്റ്. അപ്പോൾ ഇതാണ് മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത്. സോ ഒരു എഗ്ഗിന്റെ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 420/13 ആയിരിക്കും, സോറി 30 ആയിരിക്കും. ദാറ്റ് ഈസ് 40 റുപ്പീസ് ആയിരിക്കും. ദീസ് ഓൾ ദ നോൺ ബ്രോക്കൺ എഗ്സ്. നോൺ ബ്രോക്കൺ എഗ്സ് എന്ന് പറയുന്നത് മാർക്ക്ഡ് പ്രൈസിൽ വിറ്റു അല്ലേ? അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതാണ് സെല്ലിംഗ് പ്രൈസ്. മാർക്ക്ഡ് പ്രൈസ് നമ്മൾ പറഞ്ഞത് സെല്ലിംഗ് പ്രൈസ് 420 ആണ്, അത് തന്നെയായിരിക്കും മാർക്ക്ഡ് പ്രൈസ്. സോ മാർക്ക്ഡ് പ്രൈസ് പെർ എഗ് നമുക്ക് 14 കിട്ടി. നെക്സ്റ്റ് പോയിന്റ്, ബ്രോക്കൺ എഗ്സ് 25% ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നത്. സോ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ബ്രോക്കൺ എഗ്സ് എത്രയാണ്? 12 എണ്ണേ വിൽക്കുന്നുള്ളൂ. 12 എണ്ണം ഒരെണ്ണത്തിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? മാർക്ക്ഡ് പ്രൈസ് 14 ആണ്. 25% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പം 3/4 വരും. 126 റുപ്പീസ് ആയിരിക്കും സെല്ലിംഗ് പ്രൈസ്. സോ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 126 പ്ലസ് 420 ആണ്. ദാറ്റ് ഈസ് 546 ആണ് സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് നമുക്കറിയാം. സോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 546 മൈനസ് 350, ദാറ്റ് ഈസ് ഈക്വൽ ടു 691, ദാറ്റ് ഈസ് 196 റുപ്പീസ് ആയിരിക്കും പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്നത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് കൊസീക് 90 മൈനസ് എക്സ് പ്ലസ് 1 മൈനസ് കൊസീക് 90 മൈനസ് എക്സ് പ്ലസ് 1. ഡിനോമിനേറ്റർ എത്ര വരും? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള രീതിയല്ലേ? അപ്പോൾ സോ കൊസീക് സ്ക്വയർ 90 മൈനസ് എക്സ് മൈനസ് 1 വരും. സോ മേളിൽ കൊസീക്കും ഇത് രണ്ടും ക്യാൻസൽ ആവും. സോ ബാലൻസ് ഉള്ളത് 2 ആണ്. 1 + 1 2 cosec square 90 minus x minus 1 is equal to, so നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 1 plus cot square is equal to cosec square x. So cosec square
എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് കോഡ് സ്ക്വയർ 90 മൈനസ് 6 ആണ്. ഓക്കെ, ഇനി കോഡ് സ്ക്വയർ 90 മൈനസ് 6, 90 മൈനസ് 6 എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രൻ്റ് ആണ്? ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് എല്ലാം പോസിറ്റീവ് ആണ്. സോ ഇത് എത്ര വരും? 2 ബൈ ടാൻ സ്ക്വയർ എക്സ് എന്ന് വരും. സോ ഈക്വൽ ടു 1 ബൈ ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ കോഡ് സ്ക്വയർ എക്സ്. സോ അത് വരുമ്പോൾ എന്ത് വരും? 2 കോഡ് സ്ക്വയർ എക്സ്. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അശോക് ഹാസ് സം എമൗണ്ട് ഓഫ് മണി ഇൻ ഹിസ് വാലറ്റ്. ആ പൈസ കൊണ്ട് അശോക് എന്ത് ചെയ്തു? കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. 18% ട്രൗസറിൽ, അതുപോലെ 24% ഷർട്ടിൽ, 8% ടൈയിൽ. അതിനുശേഷം ലെഫ്റ്റ് ചെയ്തത് 1200 റുപ്പീസാണ്. സോ ഇത് എത്ര ആഡ് ചെയ്യുമ്പോൾ വരുന്നത്? 50% വരും അല്ലേ? സോ ബാലൻസ് ഉള്ള 50% എന്ന് പറയുന്നതാണ് കയ്യിലുള്ള 1200 രൂപ. സോ വാട്ട് എമൗണ്ട് മണി ഹാസ് ഇനിഷ്യലി ഇൻ ദ ബാലൻസ്? സോ അത് എത്രയായിരിക്കും? 100% എന്ന് പറയുന്നത് 2400 റുപ്പീസ് ആയിരിക്കും അല്ലേ? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ടാൻ തീറ്റ പ്ലസ് കോഡ് തീറ്റ എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനെയെങ്കിൽ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോഡ് സ്ക്വയർ തീറ്റ സ്ക്വയർ ചെയ്യുക. സോ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോഡ് സ്ക്വയർ തീറ്റ പ്ലസ് 2 എന്ന് വരും അല്ലേ? ഇസ് ഈക്വൽ ടു 144. സോ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോഡ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 2 അപ്പുറത്ത് പോയാൽ എത്ര വരും? 142. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. There are two numbers, product 630 ആണ്. Sum of the two numbers exceeds the difference by 40. What is the larger of the two numbers? രണ്ട് numbers ഉണ്ട്, അവരുടെ product 630 ആണ്. Sum of two numbers അവരുടെ ഡിഫറൻസിനേക്കാളും 40 കൂടുതലാണ്. ഡിഫറൻസിനേക്കാളും 40 കൂടുതലാണ്. സോ എത്ര വരും? 2y is equal to 40 വരും. That means y is equal to 20 വരും. There are two numbers, product 630 ആണെന്ന് പറയുന്നുണ്ട്. സോ y നമുക്ക് കിട്ടി. That implies x equal to 63 by 2 വരും. That is equal to 331.5. ഇത് ലാർജ് നമ്പർ ഏതായിരിക്കും? 31.5 ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. DI question ആണ്. തന്നിരിക്കുന്ന ബാർ ഗ്രാഫ് ഷോസ് ദ നമ്പർ ഓഫ് ടെലിവിഷൻ മാനുഫാക്ചർഡ് ബൈ ടു കമ്പനീസ് എസ് ആൻഡ് ആർ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടെലിവിഷൻ മാനുഫാക്ചർഡ് ബൈ ആർ? സോ ആർ നോക്കിയാൽ മതി, യെല്ലോ കളറിലുള്ളത്. ഇൻ 2009 ആൻഡ് 2030, അതായത് 700 പ്ലസ് 840 വരും. 1540 അവിടെ വരും. Together to the number of television manufactured by S in 2010 and 2012, 980. 133. സോ ഇവരുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 154:133 വരും. ഇതിനേതെങ്കിലും ഒരു കോമൺ ആയിട്ടുണ്ടോ? 2 വരില്ല, 3 വരില്ല, 11 വരുമോ? 11 വരില്ല. ഓക്കെ, സം ചെയ്തത് കറക്റ്റ് ആണോ അല്ലേ? 2009 ആർ എന്ന് പറയുന്നത് 700, 2030 ആർ 840 ആണ്. സോ 1540, അത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് നമ്പർ ഓഫ് ടെലിവിഷൻ മാനുഫാക്ചർഡ് ബൈ എസ് ഇൻ 2010 ആണ്. എസ് എന്ന് പറയുമ്പോൾ 1350 പ്ലസ് 2012 980, 10, 13, 133. സോ 154:133 ആണ്. സോ ഈ 7 വെച്ച് നമുക്ക് ഡിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ 22 വരും. 7 ആണെങ്കിൽ 7 170. സോ 22:19 ആണ് ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. In how many years a simple interest on a sum of money at the rate of 3 and 2/6% per annum will become equal to the principal? So simple interest എന്ന് പറയുന്നത് പ്രിൻസിപ്പളിന് ഈക്വൽ ആവുകയാണ്. സോ I is equal to I into n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 20/6 multiplied with 100. സോ അതിൽ നമുക്ക് n എത്ര കിട്ടും? 6 into 100/20 വരും. That is equal to 30 years. 0 cancel ആയി 25 വരും. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. When n is subtracted from the numbers 9, 15 and 27, remainders are in continued proportion. So continued proportion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റും
സെക്കൻഡും തമ്മിലുള്ള റേഷ്യോയും സെക്കൻഡും തേർഡും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ ഡയറക്റ്റ് അല്ല നമ്മൾ പറഞ്ഞത്. ഇവർ പറഞ്ഞിരിക്കുന്നത് എന്നെ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് കണ്ടിന്യൂഡ് പ്രപ്പോർഷൻ ആവുന്നത്. സോ അത് നമുക്ക് ചെക്ക് ചെയ്യാം. 3 മൈനസ് ചെയ്ത് കഴിയുമ്പം 6 വരും, 12 വരും, 3 24 വരും. സോ ഇത് 6:12 എന്ന് പറയുന്നത് 1:2 ആണ്. 12:24 എന്താണ്? 1:2 ആണ്. സോ ഓപ്ഷൻ എ 3 ആയിരിക്കും കറക്റ്റ് ആൻസർ. 6 കൊടുത്താലോ? 6 കൊടുത്താൽ 3 വരും, 9 വരും, 21 വരും. സോ ഇത് 1:3 ആണ്. പക്ഷെ 9:21 എന്ന് പറയുന്നത് 3:7 ആണ്. സോ അത് വരത്തില്ല. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇത്രയാണ് ഒലി ബോർഡിൻ്റെ ഈ വീക്കിലെ 25 മാത്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് സൊല്യൂഷൻസും. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്